ഹലോ ഫ്രണ്ട്സ്, സാധാരണ മെയ് മാസമൊക്കെ ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞാൽ കൊടും ചൂടാണ്. ഞങ്ങൾ ഇന്നലെ ഹൈദരാബാദ് വന്നതാണ്. ഇന്നലെ നല്ല ചൂടായിരുന്നു. ഇന്നലെ ലുംബിനി പാർക്ക്, LTR ഗാർഡൻ, ഹുസൈൻ സാഗർ ലേക്ക് ഒക്കെ പോയി എല്ലാവരും റെസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ ചാർമിനാർ, ഗോൾക്കൊണ്ട ഫോർട്ട്, സലാർജംഗ് മ്യൂസിയം, മെക്ക മസ്ജിദ്, ബിർള മന്ദിരമൊക്കെ പോകാനായിട്ട് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണു. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തു. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു കാലാവസ്ഥയിൽ ആൾക്കാർക്ക് പുറത്ത് പോകാനായിട്ടൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ചൂടൊക്കെ കുറവല്ലേ. ശരിക്കും ഏറ്റവും നല്ല കാലാവസ്ഥ വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ. പിന്നെ ഇവിടെ മഴയുടെ ഒരു പ്രശ്നമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ കച്ചറയാണ്. കാരണം സിറ്റിയൊക്കെ അത്രയ്ക്കും ക്ലീനൊന്നുമല്ല. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ മെട്രോപോളിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ്. ഈ കാണുന്ന ബിൽഡിങ്ങാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുണ്ട്. ഒരു ഏകദേശം 200ഓളം റൂമുണ്ട് ഇവിടെ. ഈ മെട്രോപോളിസ് ഹോട്ടലിൽ 200ഓളം റൂമുണ്ട്. റൂമിന് ഒരു ദിവസത്തെ വാടക ഏകദേശം 4000 രൂപയോളമാണ് ഒരു ദിവസത്തെ ഡീലക്സ് റൂം. ഡീലക്സ് റൂമാണ് നമ്മൾ എടുത്തത്. 8:30 അടുത്ത സൈറ്റ് സീയിങ് പറഞ്ഞേക്കണേ. എല്ലാവരും ഇവിടെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ പുറത്ത് പോയിട്ടൊരു ഇറാനി ചായയും ഒക്കെ കഴിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. ആളുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് വരാൻ പോകുള്ളൂ. ഇന്നലെയൊക്കെ അത് പോയിട്ട് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും എല്ലാവർക്കും. ഇന്നലെ നല്ല വെയിലായിരുന്നേ. അപ്പോൾ നടന്ന അവശതയായിട്ട് പ്രായമായിട്ടുള്ളവരെ കൂടുതലും. ചെറുപ്പക്കാരൊക്കെ കിടന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കും. പക്ഷെ ഇത് പ്രായമായിട്ടുള്ളവരാണ് കൂടുതലും. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് നല്ല ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവർ വരണം. ഓക്കെ.